കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയും ഭാര്യയും കൊല്ലപ്പെട്ട നിലയിൽ. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടുപേരുടെയും തലയ്ക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. സമീപത്തു നിന്നും കോടാലിയും അമ്മിക്കല്ലും കണ്ടെത്തി. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മെച്ചപ്പെട്ട നിലയ്ക്ക് കോട്ടയം നഗര നടുവിൽ തന്നെ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു വലിയ ഓഡിറ്റോറിയവും ഹോട്ടലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന, എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരു കുടുംബമാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങളില്ല. പ്രാഥമികമായും കൊലപാതകമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനകൾ ലഭ്യമാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ രണ്ടുപേരും കൂടെ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇവരൊറ്റയ്ക്കാണ്. അവരുടെ മകൻ നേരത്തെ മരിച്ചുപോയി. മോൾ അമേരിക്കയിലാണ്. ഇവർക്ക് ഇഷ്ടം പോലെ സാമ്പത്തികം എല്ലാം ഉള്ളവരാ. പണ്ടൊരു ബംഗാളി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ബംഗാളി ഏതാണ്ടൊക്കെ കാണിച്ചപ്പോൾ അവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അതിന്റെ പ്രതികരണം വല്ലതും ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ മേല. ഇങ്ങനെയാണ് പറയുന്നത് കേട്ട്. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ടോബി, നാട്ടുകാർ പറയുന്നത്, പ്രാദേശിക നേതാക്കൾ പറയുന്നത് അവർ രണ്ടുപേർ മാത്രമായിരുന്നു, ശത്രുക്കളൊന്നും ഉള്ളതായി അറിയില്ല, ഇത് കൊലപാതകമാണെന്നതിന്റെ പ്രാഥമികമായ സൂചനകൾ ലഭിക്കുന്നുണ്ടെന്നാണ്. എന്താണ് പോലീസ് പറയുന്നത്? ഗോപികൃഷ്ണൻ, കൊലപാതകം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഉറപ്പിക്കാം. അകത്തുള്ള പോലീസുകാരിൽ നിന്ന് അടക്കം ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഈ നഗരമധ്യത്തിൽ നടന്നു എന്ന് തന്നെ പറയാം. രണ്ടുപേരുടെയും തല അടിച്ച് പൊളിച്ച നിലയിലാണ്. അതായത് തലയ്ക്ക് മാരകമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ രണ്ട് മൃതദേഹങ്ങളും രണ്ട് മുറിയിലായിട്ടാണ്. അതായത് ഒരാളുടെ മൃതദേഹം, ഈ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതദേഹം ഹാളിലും, അതുപോലെ തന്നെ ഭാര്യ മീരയുടെ മൃതദേഹം ബെഡ്റൂമിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയെന്ന് പോലീസ് പറയുമ്പോഴും ഈ ഒരു മോഷണ ശ്രമം പ്രാഥമികമായി പോലീസ് തള്ളിക്കളയുന്നുണ്ട്. കാരണം വാതിലുകൾ തകർത്ത് അകത്ത് കയറി ഒരു കൊലപാതകം നടത്തിയതിന്റെ സാഹചര്യമല്ല ഉള്ളത്. അതിനപ്പുറത്തേക്ക് വാതിൽ തുറന്നു നൽകിയതായത്. അതുകൊണ്ട് തന്നെയാണ് പരിചയക്കാർ ആരെങ്കിലും ആണോ എന്നൊരു സംശയം പോലീസിനുള്ളത്. നേരത്തെ നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരം, ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ സംശയമുണ്ട്, അയാളെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത ലഭിക്കുന്നു. ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം തന്നെ പോലീസ് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹമാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതെല്ലാം ഇനി വരും മണിക്കൂറിലെ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഫോറൻസിക് വിഭാഗം ഇവിടെ എത്തേണ്ടതുണ്ട്, ഡോഗ് സ്ക്വാഡ് എത്തേണ്ടതുണ്ട്. അങ്ങനെ വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ 8:30 ഇവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. അവർ ഉടൻ തന്നെ അടുത്തുള്ള വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. പോലീസ് ഇവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ ക്രൂരമായിട്ടുള്ള സംഭവം വ്യക്തത, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും മോഷണ ശ്രമമല്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമോ മറ്റോ ഉണ്ടോ, പരിചയക്കാർ ആണെങ്കിൽ അവർ എന്തിനിത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്നു പോയവർ, അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം ഇവിടെ വന്നു പോയവർ ആരൊക്കെ, ഇന്നലെ രാത്രിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ, പുലർച്ചെ ആരാണ് ഇവിടുന്ന് പുറത്തു പോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ച് വായിച്ചാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്നും ആരാണ് പ്രതി എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം ശാസ്ത്രീയ പരിശോധനയുടെ തെളിവ് ശേഖരണം തന്നെയാണ്. അതുകൊണ്ടാണ് അധികം ആളുകളെ ആരെ അകത്തേക്ക് കയറ്റാതെ ആ ഗേറ്റ് ലോക്ക് ചെയ്ത് പോലീസ് ഇപ്പോൾ അകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളും മറ്റ് ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുറച്ചുപേര് മാത്രമേ അകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോകാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഈ നഗരമധ്യത്തിലാണ്, നമുക്കറിയാവുന്നതുപോലെ തന്നെ കോട്ടയത്തെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായിയാണ്, ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ്. നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളോട് അധികം ഇടപെടാതെ, ഈ ഒരു വലിയ വീടായതുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്ന് കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും നടത്താത്തവരായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. നമ്മൾ നേരത്തെ ചില ആളുകളോട് സംസാരിച്ചപ്പോഴാണ് ഇവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു ഇതര സംസ്ഥാനക്കാരന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നാട്ടുകാർക്കിടയിൽ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ്. ഈ രണ്ട് പേരെയും ക്രൂരമായി കൊലപ്പെടുത്തുകയാണെന്നുള്ള സൂചന ഏകദേശം വ്യക്തമായിട്ടുണ്ട്. പോലീസ് അത് സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് ആര് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. പ്രധാനപ്പെട്ട ഒരു തെളിവ് അത് ഈ വീടിനുള്ളിൽ നിന്നും ഒരു കോടാലി കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു അമ്മിക്കല്ല് ഈ വാതിലിന്റെ സമീപത്തായിട്ടുണ്ട്. അതെങ്ങനെ അവിടെ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോറ് തകർത്തകത്ത് കയറിയതല്ലെങ്കിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച വസ്തുക്കളാണോ ഇതെല്ലാം എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും അതൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉടൻ തന്നെ വിധേയമാക്കും. കൂടുതൽ പരിശോധനകൾക്കായി SP അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. കൂടുതൽ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ സംഭവമായി ഇത് മാറി.
മാറിയിട്ടുണ്ട്. കോട്ടയം നഗരത്തിന്റെ നടുക്ക് തിരുവാതിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്നുള്ള വിവരം പോലീസ് പങ്കുവെക്കുന്നില്ലെങ്കിൽ പോലും കസ്റ്റഡിയിലുണ്ടെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരാളെ സംശയമുണ്ടെന്നുള്ള വിവരം ആദ്യം തന്നെ പോലീസിൽ നിന്ന് ലഭിച്ചിരുന്നു. അയാൾ തന്നെയാണോ കസ്റ്റഡിയിലുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മറ്റ് സാക്ഷിമൊഴികളും ഒപ്പം തന്നെ ആദ്യമേ ഇത് കണ്ട ഇവിടുത്തെ ജോലിക്കാരിയുടെ അടക്കം മൊഴിയെടുക്കൽ നടപടികളും അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപി.